ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: ബീഫ് 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കട്ടിയില്ലാതെ നമുക്ക് സ്ലൈസ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ എല്ലില്ലാത്ത ബീഫ് വേണം നമുക്ക് എടുക്കാൻ. പിന്നെ ഇതുപോലെ നമുക്ക് മട്ടനിലും ചിക്കനിലും ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇനി ഇതിന് വേണ്ട മസാലകൾ: മുളക് പൊടി 1.5 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി ഈ മസാലകളെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മസാലകളുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ മസാലയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ ബീഫിലും മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ മസാല പിടിക്കുകയും ചെയ്യും, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതുപോലെ മസാല ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണോ അപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡും നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.